ചോറ് അതിനുള്ള സാധാരണ കറികളും വരാതെ കൂട്ടുകറി, ഒരു കൂട്ടുകറി, സാമ്പാർ, ഉപ്പേരി, പിന്നെ ചമ്മന്തി സൈഡ് ചമ്മന്തി, പിന്നെ പപ്പടം, അച്ചാറ്, മീൻചാറ്, പിന്നെ സ്പെഷ്യല് ചില്ലി ചിക്കൻ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചില ദിവസം 2 നേരം ഉണ്ടാവും, ചില ദിവസം 3 നേരം. കൊഴുവ മെയിനായിട്ട് ഇവിടെ കൊണ്ടുവരും. പിന്നെ ബിരിയാണിയിലാണെങ്കിൽ ബിരിയാണി വരുന്നുണ്ട്. സമയം ഉച്ചയായി. വീട്ടിൽ രുചിയോടുകൂടിയുള്ള ചോറും അതേപോലെ ബിരിയാണി കിട്ടുന്ന സ്പോട്ടിക്കാണ് ഇത് നമ്മൾ എത്തിക്കുന്നത്. അവരുടെ അഭിപ്രായം പറയാം. പിള്ളേര് വരാറുണ്ട്. മീൻചാറും ഉണ്ട്, അതേപോലെ നമുക്ക് സാമ്പാറും ഉണ്ട് ചാറിനായിട്ട്. പിന്നെ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ചില്ലി ചിക്കൻ, കൊഴുവ, ബീഫ്. പിന്നെ ഇതിനൊപ്പം തന്നെ 2-3 തരം 2 തരം ഉപ്പേരി, ഒരു ചെറിയ അച്ചാറ്, ചമ്മന്തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ പപ്പടൊക്കെ ആയിട്ട്. പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാൽ പോകുന്നത്. നല്ല അടിപൊളി മീൻചാറ് കേട്ടോ. നല്ല തേങ്ങിട്ട് വരിപ്പിച്ച മീൻചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചീരുപ്പേരിയാണ് എന്താ സംഭവം. ശരിക്കും നല്ല രീതിയിൽ മുരിഞ്ഞെടുത്തുണ്ട് ഈ കുഴുവനൊക്കെ. ശരിക്കും ഒരു സ്റ്റാർട്ടർ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ കുഴുവ. അടിപൊളിയാണ്. ചില്ലി ചിക്കനും സമോസ സെറ്റാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചില്ലി ചിക്കൻ ഒന്ന് ചോറിലൊന്നും കൂട്ടുകയും ചെയ്തു. പിന്നെ നമ്മള് ബീഫ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ബീഫാണ്. ബോർഡും ഒരു പേരുണ്ട്, മീൻസ് കോമ്പിനി കിച്ചൺ. ശരിക്കും ഇതൊക്കെ കഴിച്ചു നോക്കിയപ്പോ ഒരു വീട്ടിൽ രുചിന്നെ എന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു വീട്ടിൽ തൂണൊക്കെ കഴിക്കണ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ടേസ്റ്റും കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം ഇവിടുത്തെ ഊണ്. അതുപോലെ ഈ സൈഡ് ഡിഷ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ, കുഴുവ വറുത്തത്, ബീഫ്, ഇതെല്ലാം ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. വലിയ ഓവർ റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. രാത്രി ചപ്പാത്തി, ചിക്കൻ കറി, ബീഫ് ചിക്കൻ ഉണ്ടാവും. ബിരിയാണിക്കൊപ്പം 2 പീസാണ് ചിക്കൻ വേണ്ട കേട്ടോ. പിന്നെ അത്യാവശ്യം ചിക്കൻ ഗ്രേവിയും, പിന്നെ ഒരു മുട്ട, സലാഡ്, അച്ചാർ. അങ്ങനെയാണ് ബിരിയാണിയുടെ ഒരു കോംബോ വരണേ. നല്ല ചൂടുണ്ട്. റൈസിനാണെങ്കിലും ചിക്കനാണെങ്കിലും. ചേച്ചി പറഞ്ഞ ഇപ്പൊ വെച്ച ബിരിയാണിയാണ്. ഇവിടെ കഴിയുന്നതോടും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. മീൽസ് മാത്രമാണ് കഴിഞ്ഞ സ്റ്റോപ്പ് ചെയ്യാനുള്ള. ബിരിയാണി കഴിഞ്ഞ അപ്പം തന്നെ ഉണ്ടാക്കും. എടുത്തത് രാത്രി 9 മണി വരെ ചപ്പാത്തിയും ബിരിയാണിയും കിട്ടുന്നതായിരിക്കും. പിന്നെ നോർമലായിട്ടുള്ള ചിക്കൻ കറിയില്ല കേട്ടോ. ആദ്യം ഈ ചിക്കൻ പുറത്ത് എന്നിട്ട് ഗ്രേവിയിൽ മുക്കിയിട്ടാണ് നമുക്ക് തരണത്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസുകളുണ്ടോ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ബിരിയാണി കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. വീടുമാണ്. ഇതിന്റെ മുകളിൽ തന്നെയാണ് ഒരു വീട്ടിലെ ഫുഡ് എന്ന് തന്നെ നമുക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി പറയാം. അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഈ അമ്മച്ചിയുടെ ഈ ബിരിയാണി ആണെങ്കിലും മീൽസ് ആണെങ്കിലും. ഫുഡൊക്കെ എങ്ങനെയുണ്ട്?
ഫുഡ് പൊളിച്ചിട്ടേ അച്ചാറ് തന്നെ തോക്കാനൊക്കെ തീർക്കുന്നു. അത്ര അടിപൊളിയായിട്ട് പൊളിച്ച വയറ് പൊട്ടുന്നുണ്ട്. മീൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? മീൻ സെറ്റ് മീൽസ് ആയാലും ബിരിയാണി സെറ്റ് അടിപൊളി സംഭവം. പ്രത്യേകിച്ച് ആ ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണിയുടെ മുട്ടയുണ്ട്, പിന്നെ 2 ചിക്കനും വരുന്നുണ്ട്. ആ ഗ്രേവി പൊളി സാധനം, ഒന്നും പറയാനില്ല. അച്ചാറ് പ്രൈസ് നോക്കും. അപ്പൊ ഈ സ്പോട്ടിലാണ് തൃശ്ശൂരാങ്ങാടി വെള്ളപ്പങ്ങാടി എന്നൊക്കെ പറയും. അവിടെയാണ് നമ്മുടെ അബിൻസ് കോമ്പിനിക്ക് ചെങ്ങരമൻ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡി ടോം.